ഡീപ് സ്റ്റേറ്റ് ഭാരതത്തിലെ ജൻസിയെയും ടാർഗറ്റ് ചെയ്യുന്നു എന്ന ആശങ്ക ശക്തമായിരിക്കുകയാണ്. ബംഗ്ലാദേശും നേപ്പാളും മുന്നിൽ മാതൃകകളായി ഉള്ളപ്പോൾ ഇന്ത്യ ജാഗ്രതയിലാണ്. ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളും ഇന്ത്യക്ക് തലവേദന സൃഷ്ടിക്കുന്നു. എന്നാൽ ജാഗ്രത എല്ലാ ഭാഗത്തു നിന്നും ഇന്ത്യ കർശനമാക്കുകയാണ്. ജനറൽ ചൗഹാൻ കഴിഞ്ഞ ദിവസം കുട്ടികളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വാക്കുകൾ ഇന്ത്യയുടെ ജാഗ്രതയുടെ മറ്റൊരു വശം തുറന്നു കാണിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യ തിരഞ്ഞെടുത്ത സമയം പോലും പരമപ്രധാനമായിരുന്നു. എന്തുകൊണ്ട് 1 മണി എന്ന ചോദ്യത്തിന് ഇന്ത്യ നൽകുന്ന ഉത്തരം ഏറെ മഹത്തരമാണ്. സായുധ സേനയ്ക്ക് പ്രഭാത സമയം എളുപ്പമാകുമായിരുന്നുവെന്ന് ചൗഹാൻ പറയുന്നു. ഏറ്റവും നല്ല ഓപ്ഷൻ രാവിലെ 5:30 അല്ലെങ്കിൽ രാവിലെ 6 മണി സമയമായിരുന്നു. പക്ഷേ ആദ്യത്തെ ആസാൻ അല്ലെങ്കിൽ നമസ്കാരം നടക്കുന്ന ആ സമയം നിരവധി സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടുത്തും. അത് പൂർണ്ണമായും ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. മെയ് 7 പുലർച്ചെ 1 മണിക്ക് ഇന്ത്യ മനഃപൂർവ്വം ഓപ്പറേഷൻ സിന്ദൂർ നടത്താൻ തീരുമാനിച്ചതായി ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ വെളിപ്പെടുത്തി. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷമാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടിരുന്നു. അവരിൽ ഭൂരിഭാഗവും വിനോദസഞ്ചാരികളായിരുന്നു. കൃത്യമായ ആക്രമണങ്ങളിൽ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സായുധ സേന നശിപ്പിച്ചു. ഇന്ത്യൻ സായുധ സേന പുലർച്ചെ 1 മണിയോടെയാണ് ആദ്യ ആക്രമണം നടത്തിയത് എന്ന് CDS ജനറൽ ചൗഹാൻ പറഞ്ഞു. നേരത്തെ ഞങ്ങൾ ബലാക്കോട്ട് ഓപ്പറേഷൻ നടത്തിയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഉപഗ്രഹ ചിത്രങ്ങളോ ഫോട്ടോകളോ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രിയുടെ ഇരുട്ടിൽ തെളിവുകൾ ശേഖരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും പുലർച്ചെ 1 മണിക്ക് ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ ചെയ്തത് 2 കാരണങ്ങളാലാണ്. ഒന്നാമതായി, ഇമേജറി എടുക്കാൻ സാധിക്കും എന്ന ഞങ്ങളുടെ കഴിവുകളിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു. രണ്ടാമതായി, സാധാരണക്കാരുടെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. ഝാർഖണ്ഡിലെ റാഞ്ചിയിലെ രാജ്ഭവനിൽ സ്കൂൾ കുട്ടികളുമായി സംവദിക്കുന്നതിനിടെ CDS ജനറൽ അനിൽ ചൗഹാന്റെ വാചകങ്ങളായിരുന്നു ഇത്. ജനറൽ ചൗഹാൻ പറയുന്നു, ഇന്ത്യ എന്തുകൊണ്ട് പണിമുടക്കിനായി മെയ് 7 തിരഞ്ഞെടുത്തു? മെയ് 6, 7 തീയതികളിലെ രാത്രിയിൽ ആക്രമണം നടത്താൻ ഇന്ത്യ തീരുമാനിച്ചത് മനഃപൂർവ്വമാണ് എന്ന് CDS ചൗഹാൻ വെളിപ്പെടുത്തി. അയൽ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ ഇന്ത്യ വളരെ കാലമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും കാലാവസ്ഥ വ്യക്തമായിരുന്നതിനാലും മഴ പ്രവചിക്കാത്തതിനാലും മെയ് 7 രാത്രിയിൽ ആക്രമണം നടത്താൻ തീരുമാനിച്ചതായും അദ്ദേഹം പറയുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള പൊതുവായ ധാരണ സായുധ സേന 7 ലക്ഷ്യങ്ങളിലും വ്യോമസേന 2 ലക്ഷ്യങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് എന്നതാണെന്ന് CDS ചൗഹാൻ പറഞ്ഞു. ഇന്ത്യൻ നാവികസേന S-400, S-120 എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളിലും അറേബ്യൻ കടലിന് പുറമെ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും നാവിക കമാൻഡോകളെ വിന്യസിക്കുന്നതിലും പങ്കാളികളായിരുന്നു. ജനറൽ ചൗഹാൻ പറയുന്നു, ഉറിയിലും ബലാക്കോട്ടിലും ഞങ്ങൾ കര വ്യോമ മാധ്യമങ്ങളാണ് തിരഞ്ഞെടുത്തത്. എന്നാൽ ഈ പ്രവർത്തനത്തിൽ വിജയത്തിന് ആവശ്യമായ ഒരു പുതിയ തന്ത്രം ഞങ്ങൾ സ്വീകരിച്ചു. ഞങ്ങൾ നേടിയെടുത്ത കഴിവ് ഡ്രോണുകൾ ഉപയോഗിച്ചു. ഉപഗ്രഹ ചിത്രങ്ങൾ, ഇലക്ട്രോണിക് നിരീക്ഷണം, സിഗ്നൽ ഇന്റലിജൻസ് എന്നിവയുടെ മാർഗനിർദ്ദേശപ്രകാരം ദീർഘദൂര കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുപ്രദേശത്തേക്ക് ആഴത്തിൽ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു. പലപ്പോഴും എതിരാളിയുമായി നേരിട്ടുള്ള ദൃശ്യ സമ്പർക്കമില്ലാതെ ഇവ നോൺ കോൺടാക്ട് മൾട്ടി ഡൊമൈൻ പ്രവർത്തനങ്ങളായിരുന്നു. അവിടെ വിജയം അളക്കുന്നത് നിലം പിടിച്ചെടുക്കുന്നതിലൂടെ ആയിരുന്നില്ല, മറിച്ച് എല്ലാ തലങ്ങളിലുമുള്ള ആധിപത്യത്തിന്റെയും സങ്കീർണതയുടെയും നിലവാരത്തിലൂടെയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാസ്.